മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഒന്നും മഴ പെയ്തപ്പോയേക്ക് ഇതാണ് അവസ്ഥ. മുട്ടറ്റം വെള്ളമെത്തിയിരിക്കുന്നു. ഇത് കണ്ട മാതി ചാടി വീണിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും നമ്മുടെ മേയർക്കെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഏഷ്യാനെറ്റിലെ ഒരു മാധ്യമ പ്രവർത്തക മേയറെ വിളിച്ച സമയത്ത് ചുട്ട മറുപടി കൊടുക്കുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം. അതായത് നാഷണൽ ഹൈവേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് എന്തേ നിങ്ങളത് ചെയ്യാത്തത് എന്ന് വിവരമുള്ള ആരെങ്കിലും ചോദിക്കോ? ഒരിക്കലുമില്ലല്ലോ. ആ രീതിയാ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം നിങ്ങളൊന്ന് കേട്ടു. ശ്രീ വി രാജേഷ്, കേൾക്കാമോ? കേൾക്കാം. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചരണ മുദ്രാവാക്യം മാറാത്തത് മാറുമെന്നായിരുന്നു. ഇപ്പോൾ കാണുന്നുണ്ടോ അങ്ങ്? എന്താണ് കാണുന്നുണ്ടോ? പിന്നെ കാണാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ കേട്ടില്ലേ? മാറാത്തത് മാറുമെന്നായിരുന്നല്ലോ. കോർപ്പറേഷന് സാധിക്കുന്നതൊക്കെ തന്നെ കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരം ചോദ്യം ചോദിക്കാൻ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താ ഈ മാധ്യമ പ്രവർത്തക നേരിട്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിക്കാത്തത്? എന്താ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരെ ഇവര് നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കാത്തത്? രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇടതും വലതുമല്ലേ മാറി മാറി ഭരിക്കുന്നത്? ഇനി മാധ്യമ പ്രവർത്തകരുടെ അടുത്ത ചോദ്യം കേട്ടു നോക്കൂ. പക്ഷേ മാറിയില്ലല്ലോ. ഈ വെള്ളപ്പൊക്കം ഇതാ 1 മണിക്കൂർ മഴ പെയ്തതേ ഉള്ളൂ. മുട്ടറ്റം വെള്ളമാണ്. മുട്ടറ്റം വെള്ളം ഇല്ലാതെ പിന്നെ ഈ കാലത്ത് ഇതിനു മുമ്പ് ഇവിടെ വെള്ളം ഇല്ലായിരുന്നാ? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ? 4 മാസം കൊണ്ട് ഈ കഴിഞ്ഞ 40-50 കിലോമീറ്റർ മൈനർ ഇറിഗേഷന്റെയും മേജർ ഇറിഗേഷന്റെയും കയ്യിലിരിക്കുന്ന തോടുകൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ അതിന് കോർപ്പറേഷന്റെ ഓർഡറുകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. ഇനി മറ്റുള്ള മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റും ഇടപെട്ടുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുഴുവനും ആ പ്രശ്നം അവസാനിപ്പിച്ചാൽ മാത്രമേ വെള്ളക്കെട്ട് മാറുള്ളൂ. വർഷങ്ങളായ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷനൊക്കെയാണ് ഉള്ളത്. ഞങ്ങൾ 4 മാസം ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4 മാസം ഒരിക്കലും മാറും. നിങ്ങൾ കേട്ടില്ലേ? മാധ്യമ പ്രവർത്തകർക്ക്, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ മേയർക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക. അപ്പോഴാ മുട്ടറ്റം വെള്ളം തലസ്ഥാന നഗരിയിൽ ഈ അവസ്ഥയൊന്ന് ചോദിച്ചും മേയറെയാ വിളിച്ച്. മേയറാണെങ്കിൽ ഓരോന്നിനും ചൂട്ട മറുപടിയാണ് സ്പോട്ടിൽ തിരിച്ച് അടിച്ചോണ്ടിരിക്കുന്നത്. വെറും 4 മാസമല്ലേ ആയിട്ടുള്ളൂ. കോർപ്പറേഷന് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. തലസ്ഥാന നഗരിയിലല്ലേ ഈ അവസ്ഥയുള്ളത്. നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും എന്തെങ്കിലും ഒന്ന് മാധ്യമ പ്രവർത്തകർ കൊടുക്കണം. സകലതും ബി.ജെ.പി ഭരിക്കുന്ന കോർപ്പറേഷനിലെ മേയറെ വിളിച്ച ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇത്തരം ചോദ്യം ചോദിക്കുന്നവരുടെയൊക്കെ ലക്ഷ്യം സകല മലയാളികളും തിരിച്ചറിയണം. കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തല്ലേ നമ്മുടെ തലസ്ഥാന നഗരിയിൽ മാത്രമാണോ ഈ അവസ്ഥ? എറണാകുളത്തില്ലേ? എത്ര സ്ഥലങ്ങളിലുണ്ട്? എന്നിട്ട് അവിടെയൊക്കെ തന്നെയുള്ള കോർപ്പറേഷൻ മേയർമാരെ ഇതേപോലെ മാധ്യമ പ്രവർത്തകർ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ഇത് ചെയ്യാത്തത് എന്ന് ചോദിച്ചാൽ അവരെന്തെങ്കിലും തെറി വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. യാഥാർത്ഥ്യമാണോ? അവരോട് ചോദിക്കേണ്ട ചോദ്യമാണോ? ഇവിടത്തെ മന്ത്രിമാരോട്, ഇവിടത്തെ മുഖ്യമന്ത്രിയോടൊക്കെ അല്ലേ ഇത് ചോദ്യം ചോദിക്കേണ്ടത്? ഈ പറയുന്ന പ്രധാനപ്പെട്ട നമ്മുടെ തലസ്ഥാന നഗരി, നമ്മുടെ കേരളത്തിന്റെ മുഖം എന്ന് പറയുന്ന സ്ഥലത്തെ വെള്ളം കയറുന്ന വിഷയം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, വർഷങ്ങളായിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്നും കേരള മുഖ്യനോടും കൂട്ടരോടൊന്നും ചോദിക്കുന്നില്ല. നമ്മുടെ മേയറെ തന്നെ ഒരു കോർപ്പറേഷൻ മേയറോട് ചോദിക്കുന്നതിനൊക്കെ ഒരു മാന്യതയില്ലേ? അദ്ദേഹത്തിന്റെ പരിധിയിലുള്ളതല്ല അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കോ? ഇനി മറ്റൊരു ചോദ്യം നിങ്ങൾ ഒന്ന് കേട്ടോക്കൂ. 4 മാസം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ ശ്രീ വി രാജേഷ്? 4 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തത്? ഞങ്ങൾ ഓരോ സമയം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഓടകളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. മൈനർ ഇറിഗേഷന്റെ മേജർ ഇറിഗേഷന്റെ തോടുകളാണ് കിടക്കുന്നത്. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, താങ്കളുടെ മാധ്യമ പ്രവർത്തകരെ വിട്ടിട്ട് ഈ തോടുകളുടെയൊക്കെ മൈനർ ഇറിഗേഷന്റെ തോട് ഏതാണ്, മേജർ ഇറിഗേഷന്റെ തോടാണ് ഏതാണ്, PWD വൃത്തിയാക്കിയിട്ട് എവിടെയൊക്കെയാണ്, ഇതിലൊക്കെ ആത്യന്തികമായിട്ട് പരിഹാരം കാണാൻ വലിയ വലിയ പ്രോജക്റ്റുകളുണ്ട്. ഞങ്ങൾ അതിന്റെ ചർച്ച നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ 4 മാസം കൊണ്ട് ചെയ്തതൊക്കെ ഞങ്ങൾ നിരന്തരം പറയുന്നുണ്ട്, പുറത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ വലിയ രീതിയിൽ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി അവർക്ക് സഹായങ്ങൾ നിരന്തരം ചെയ്തു കൊടുക്കുന്നു. അത് നമ്മുടെ കേരളത്തിൽ ബി.ജെ.പിക്ക് വലിയ രീതിയിൽ വളർച്ച ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് എന്തിനും ഏതിനും മേയറെ പിടിച്ച്
ആ ഒരു രീതിയിൽ ആക്രമിക്കൽ ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ തുടങ്ങിയിട്ടില്ലേ? ഈ 4 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊന്നും ആയില്ല എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളം ഇത്രയും കാലം ഭരിച്ചത്? ഇടതും വലതും മാറി 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 ഭരിച്ചതല്ലേ? അവർ ഇന്നേ വരെ പരിഹരിക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്തേ ഈ സമയം വരെ നമ്മുടെ മുഖ്യനോട്, നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരോടൊരു ചോദ്യം ചോദിക്കാൻ സാധിക്കാത്തത്? ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ഗുണമുണ്ടായത്. കോർപ്പറേഷനിലെ മേയർ വളരെ വലിയ രീതിയിൽ സാധാരണക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു. ആ സഹായം ചെയ്തു കൊടുക്കുന്നതൊക്കെ ജനങ്ങൾ വലിയ രീതിയിൽ കൈയടിക്കുന്നു. അപ്പൊ ഏത് വിധേനയും മേയറുടെ ഇമേജിനെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങളുടെ ലക്ഷ്യം. ഇത്തരം മാധ്യമ പ്രവർത്തകരോട് സകലരോടും പറയാനുള്ളത്, മലയാളികൾക്ക് വളരെ വലിയ രീതിയിൽ വിവേകമുള്ള ആളുകളാ. അവർക്കറിയാം, കേരള ജനതക്കറിയാം, ഈ തലസ്ഥാന നഗരിയിലെ റോട്ടിൽ വെള്ളം കയറുന്നതൊക്കെ ആരാ പരിഹരിക്കേണ്ടത്? ഇതിന് എത്ര വകുപ്പ്, എത്ര മന്ത്രിമാര്, കാര്യങ്ങളൊക്കെ ഓടം നന്നാക്കുന്നത് ഉൾപ്പെടെ ഈ മഴ വരുന്ന സമയത്ത് ചെയ്യേണ്ട ഒരുപാട് ക്ലീൻ ആക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കോർപ്പറേഷൻ ചെയ്യുന്നു. ഈ പറയുന്ന വെള്ളം കയറുന്നത് അശാസ്ത്രീയമായിട്ട് നമ്മുടെ കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകള് ഒരു തലയും പാലുമില്ലാതെ തോന്നിയതുപോലെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടാണ് എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികൾക്കും അറിയാം. പക്ഷെ അത് മാധ്യമ പ്രവർത്തകർക്ക് അറിയുന്നില്ല. എന്നിട്ട് അത് നേരെ കോർപ്പറേഷന്റെ തലയിലേക്ക്. അടുത്ത ചോദ്യം കേട്ടു. ഒരു മഴ നമുക്കറിയാം, ഇപ്പൊ 1 മണിക്കൂർ അടുപ്പിച്ച് മഴ പെയ്തപ്പോ സ്ഥിതി ഇതാണ്. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് ശ്രീ വി വി രാജേഷ്? ഉത്തരവാദിത്വം ആർക്കാണെന്ന് ഇത്രയും കാലം വാർത്ത വായിച്ചത് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനും അതിന് ഉത്തരവാദിത്വം ഇല്ലേ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 1.5 മാസം കോർപ്പറേഷന്റെ 101 വാർഡുകൾ ഞങ്ങൾ ഒരു 102 കോടി രൂപ ചെലവാക്കി അതിന്റെ ഓടുകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. പിന്നെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതറിയില്ലേ നിങ്ങൾക്ക്? മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, അവരെ മേധാവികളെ വിളിക്കണം. അവരും വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ എല്ലാം റോഡിന്റെ അവസ്ഥ നിങ്ങൾ കേട്ടില്ലേ? സ്പോട്ടിൽ മേയർ മറുപടി കൊടുത്തിട്ടുണ്ട്. വിളിച്ച മാധ്യമ പ്രവർത്തകർക്ക് ഏതായാലും വയറ് നിറഞ്ഞിട്ടുണ്ട്. അജാതി മറുപടി അങ്ങ് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയണം, ഇവിടെ BJP അങ്ങനെയാണോ ഇങ്ങനെയാണോ മറുപടി പറയില്ല, മാധ്യമങ്ങളോട് സംസാരിക്കില്ല എന്നൊക്കെയാണ് ഇവിടെ നിരന്തരം സകല മോദി വിരുദ്ധരും പ്രചരിപ്പിക്കാറുള്ളത്. ഒരു മേയറെ ഫോണിൽ വിളിച്ചിട്ട് എത്ര സുന്ദരമായിട്ടാണ് അവർ ചോദിക്കുന്ന സകലത്തിനും ക്ഷമയോടുകൂടെ മറുപടി പറയുന്നത്. വേറെ ഏതെങ്കിലും മേയർമാരാണെങ്കിൽ വേറെ എന്തെങ്കിലും പറയില്ലേ? വേറെ ഏതെങ്കിലും മേയർമാരെ വിളിച്ചാൽ സ്പോട്ടിൽ അവർ തിരിച്ചടിക്കില്ലേ? ഇത് എന്നെയാണോ വിളിക്കേണ്ടത്, ഇത് ഞാനാണോ കൊണ്ടുവച്ചത് എന്ന് വ്യക്തമായിട്ട് ചോദിക്കില്ലേ? ഈ കോർപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, ഇതൊക്കെ ഏതാണ് എന്നറിയാതെയാണോ മാധ്യമ പ്രവർത്തകർ ഈ പണിയായിട്ട് ഈ രംഗത്തെത്തിയിട്ടുള്ളത്? തലസ്ഥാന നഗരിയിൽ എത്ര വർഷമായി, സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഇതല്ലേ അവസ്ഥ? സകല ഒരു മഴ പെയ്യുമ്പോഴേക്ക് മുട്ടറ്റം വെള്ള. നമ്മളൊക്കെ ഒരു 10-20 വർഷമായിട്ട് നമ്മൾ ഒരു 10 വർഷമൊക്കെ ആയിട്ട് ഇത് വർഷം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കുക. ഈ ബുദ്ധിമുട്ടുകൾ ഇതിനേക്കാൾ ദുരന്താണ് എറണാകുളത്ത്. ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ മതി, ചെറിയൊന്ന് വന്നാൽ മതി. ഇതാണ് അവസ്ഥ. ഇതൊക്കെ വളരെ വളരെ വലിയ രീതിയിൽ കേരള സർക്കാർ ഇടപെട്ടിട്ട് ഇതൊക്കെ പരിഹരിക്കണം. ലോകത്ത് ഇതിന് ഒരുപാട് മാതൃകകളുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് മാതൃകകളുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കേരള സർക്കാർ അടിയന്തരമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത്, നമ്മുടെ എറണാകുളത്ത്, നമ്മുടെ കോഴിക്കോട്, നമ്മുടെ തൃശ്ശൂരില്, പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഇതുപോലെ വെള്ളം കയറി മുട്ടറ്റം വെള്ളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിന് തന്നെ അപമാന. അത് അടിയന്തരമായിട്ട് കേരള സർക്കാർ അതൊക്കെ ഒന്ന് പരിഹരിക്കണം. ഇതൊക്കെ എന്തിനാണ് ഒറ്റക്കെട്ടായിട്ട് മാധ്യമങ്ങൾ മേയറുടെ തലയിലേക്ക് വെക്കുന്നത്? മേയർമാരോ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ആണോ തലസ്ഥാന നഗരിയിലെ വിഷയങ്ങളൊക്കെ ഈ പ്രധാനപ്പെട്ട ഇതുപോലെ വെള്ളം കയറുന്ന 10, 20, 30 വർഷമായിട്ടുള്ള ഈ പ്രശ്നത്തിനൊക്കെ ഈ പറയുന്ന ഒരു മഴ വരുന്ന സമയത്തോടെ ക്ലീനാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മേയർ ചെയ്ത് കഴിഞ്ഞ്, കോർപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ്, അതേസമയം മനഃപൂർവ്വം ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വളരുന്നോ എന്ന് ഭയന്ന് ചില മാധ്യമ പ്രവർത്തകർ മേയറെ താറടിക്കാൻ വളരെ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും
സകല ആളുകളും തിരിച്ചറിയുക.